ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന കാര്യം എത്രമാത്രം സത്യമാണെന്ന് തോന്നിയ ഒരു വർഷമാണ് 2022. ഞാനിപ്പോ വീഡിയോസ് ഇട്ടിട്ടും കുറെ നാളായി. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഇതിനെ നിങ്ങൾക്ക് കാണാം. പലപ്പോഴും വീഡിയോ എടുക്കണമെന്ന് കരുതി റെക്കോർഡ് ചെയ്ത വീഡിയോസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നടന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുബായിൽ നിന്ന് വന്ന ശേഷം ഒരു ലോങ് ട്രിപ്പ് പോയി. അത് പളനിയിലേക്കായിരുന്നു പോയത്. കുഞ്ഞുങ്ങളുടെ ഹെയറും കാര്യങ്ങളും ഒക്കെ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ചു വരുന്ന വഴി സുധിക്ക് പോകേണ്ട ദിവസമായിരുന്നു. സുധിയെ എറണാകുളത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പൊ ആ ഒരു സമയത്തെടുത്ത വീഡിയോയും ക്ലിപ്പും ഒക്കെയാണ് എന്റെ ഒരു വണ്ണവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പൊ സുധി പോയല്ലോ, സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എഗെയിൻ ഒരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങളുടെ മുമ്പ് വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വന്ന് നിൽക്കണം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഒരു 10 കിലോയോളം ഞാൻ കുറച്ചു. പക്ഷെ ആ പോയ കിലോ ഒക്കെ തിരിച്ചു വരുന്ന ഒരു സമയം കൂടെ ആയിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് പനിയായിട്ട് നമ്മൾ VSMൽ അഡ്മിറ്റഡ് ആയി. ഏകദേശം ഒരു 1 വീക്ക് ഞങ്ങൾ VSMൽ തന്നെ ആയിരുന്നു. മോളുടെ കണ്ടീഷൻ ഭയങ്കര വേഴ്സ് ആയിരുന്നു. നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും നല്ല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ മുറുകെ പിടിക്കുന്ന ഒരു കാര്യമാണ് ദൈവം, അല്ലെ? അപ്പൊ ദൈവത്തെ നന്നായിട്ട് നമ്മൾ മുറുകെ പിടിച്ചു. അവര് റിക്കവറായി. അതിനുശേഷം ഞങ്ങൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം ഞാൻ ചുമ്മാ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചെടുത്താണ്. എന്തുകൊണ്ടൊക്കെയോ എനിക്ക് പക്ഷെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഇൻസ്റ്റഗ്രാമിൽ പോലും ഞാൻ വീഡിയോ ചെയ്യുന്നത് അങ്ങ് നിർത്തിയായിരുന്നു ഇടയ്ക്ക്. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് അതിൻ്റെ ഒരു മൈൻഡ് വരുന്നുണ്ടായിരുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വോയിസ് ഒക്കെ ഒന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കണം കേട്ടോ. കാരണം വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തിരക്കുണ്ട്. ഇതൊക്കെ ഓണത്തിനടുത്താണ്. ഓണത്തിന് കുഞ്ഞുങ്ങളുടെ വെച്ചിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്നുള്ള രീതിയിൽ എഗെയിൻ നമുക്ക് അതിനുമുള്ള ആ വീഡിയോസ് ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം പോലും എനിക്ക് കിട്ടിയില്ല. പിന്നെയും ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അതായത് കുഞ്ഞുങ്ങൾക്ക് പനിയായിട്ട് മോളുടെയൊക്കെ കോലരേ മാറിപ്പോയി പനി വന്നിട്ട്. മോള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. മോനും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചായിരുന്നു. ഇവിടെ ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ മറ്റേ ആൾക്കും പെട്ടെന്ന് തന്നെ പനിയാവും. ഒരാൾ റിക്കവർ ചെയ്യുമ്പം അടുത്ത ആളും റിക്കവർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ലൈഫിൽ ഭയങ്കര കഷ്ടപ്പെട്ട ഒരു സമയമാണ് കേട്ടോ. പിന്നെ ഈ സമയത്ത് എനിക്ക് എന്റെ വെയിറ്റ് ഒന്നും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. എഗെയിൻ വെയിറ്റ് ഗെയിൻ വന്നു. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് എല്ലാവരും കൂടെ സർപ്രൈസ് തന്ന വീഡിയോ ആണിത്. പിന്നെ ഒരു ഡിസംബറിൽ 3 ദിവസത്തേക്ക് സുധി വന്നിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചു കുട്ടനാടൻ ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പോയി. അതിൻ്റെതും ഞാൻ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ ഫീൽ ചെയ്തു. ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും എന്നെ എന്ത് വിചാരിക്കും, ഞാൻ വെയിറ്റ് കുറച്ചിട്ട് ഇനി വീഡിയോ ഇടുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെയുള്ള ഒരു വിഷമവും സങ്കടവും കൊണ്ടിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ തോന്നിയില്ല. പിന്നെ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എൻ്റെ അത്ര വലിയ ചാനലൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഉള്ള ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അവർ ശരിക്കും ഒരു ഫാമിലി പോലെ തന്നെയാണ്. റീസെന്റ് ഞാൻ ഒരു ഫാമിലി ചിറ്റൂളങ്ങര അമ്പലത്തിൽ വെച്ച് കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് കണ്ടു. അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാനിത് റീസ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എന്തിനാണ് ഇങ്ങനെ എന്നെ തന്നെ ഹൈഡ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ വെയിറ്റ് കുറച്ചെന്ന് പറഞ്ഞില്ലേ ഇടയ്ക്ക്. അപ്പൊ കുറഞ്ഞ സമയത്തെടുത്ത വീഡിയോ ആണ്, ഫോട്ടോസ് ആണ് ഇതൊക്കെ. അപ്പം എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 kg ഞാൻ കുറഞ്ഞു. പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ടിട്ട് എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയുള്ള പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്യുന്നത്. എന്റെ ഫേസ് ഫാറ്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞൊരു ടൈമാണ്. പിന്നെ റീസെന്റ്, അതായത് ഫെബ്രുവരി 11 എടുത്ത വീഡിയോ ആണിത് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിപ്പം വെയിറ്റ് ഒക്കെ കുറച്ച് കൂടിയിരിക്കുകയാണ്. ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട്. അപ്പം ഹസ്ബൻഡ് ഉണ്ടല്ലോ ഇനി തൊട്ട് വീഡിയോസ് റെഗുലർ ആയിട്ട് ചെയ്യാം, ഹെൽപ്പിന് ആളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗെയിം ഞാൻ എല്ലാം ഒന്ന് തട്ടി പെറുക്കി എടുക്കാൻ പോയതാണ്. അപ്പം പിന്നെയും അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് മോളാണെന്നുണ്ടെങ്കിൽ സോഫയിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കുമായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് സ്ലിപ്പായിട്ട് അവിടെ ഒരു ഇരുമ്പ് കമ്പിയായിരുന്നു ടേബിൾ അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ ചെന്ന് ഇടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റാഫ് ഓണറും ഒക്കെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 സ്റ്റിച്ചും ഒക്കെ ഉണ്ടായിരുന്നു. ദുബായിൽ നിന്ന് സുധി വന്നിട്ട് 1.5 hours ഞങ്ങൾക്ക് വേണ്ടി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്തു. എന്താ ഞങ്ങൾ ലേറ്റ് ആവുന്ന ചോദിച്ചാൽ ട്രാഫിക് ആണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പിന്നീട് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് എന്താണ് റിയാലിറ്റി എന്നുള്ളത്. അതിന്റെ ഒരു ഷോക്ക് പുള്ളിയുടെ ഫേസിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം.
കാണാൻ പറ്റും. അപ്പൊ അന്നത്തെ ദിവസം ത്രൂ ആയിട്ട് നമുക്കൊരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു. സുധി വന്നതിന്റെ സന്തോഷമുണ്ട്, അറ്റ് ദ സെയിം ടൈം മോൾ ഒത്തിരി കരഞ്ഞു, അപ്പൊ അതിന്റെ വിഷമമുണ്ട്. പിന്നെ മോനാണെങ്കിലും ഭയങ്കര പാനിക്കായിരുന്നു. മോൾ ഇങ്ങനെ കരയണ കണ്ടപ്പോഴത്തേക്ക് കൂടുള്ള ആള് വയ്യാതെ വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ആളിന് അത് അഫക്ട് ചെയ്യുമല്ലോ. അപ്പൊ മോനും ഭയങ്കര സൈലന്റ് ആയിരുന്നു, ഭയങ്കര ഡള്ളായിരുന്നു രണ്ടുപേരും. നമ്മൾ എന്തൊക്കെയൊക്കെയോ പ്ലാൻ ചെയ്യുന്നു ലൈഫിൽ, പക്ഷെ ലൈഫിൽ നടക്കുന്നതൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. ഇപ്പോൾ തന്നെ പല കാരണങ്ങളാൽ എനിക്ക് വീഡിയോസ് എടുക്കുന്നുണ്ട്, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിലുള്ള വോയിസ് വരുന്നുണ്ട്, നോയ്സസ് വരുന്നുണ്ട്. അപ്പം എല്ലാം പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഒരു ലാഗ് അടിച്ചത്. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഉത്സവത്തിന് പോയ സമയത്താണെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുക്ക വന്ന് സംസാരിക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഫാമിലി തന്നെ മിസ് ചെയ്യുന്നത് പോലെയാണ് തോന്നിയത്. അപ്പം സുധിയും പറഞ്ഞു, ഇയാൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുന്നത്, വീഡിയോ ഒക്കെ ഇടുക, അവരുടെ കാര്യങ്ങൾ പറയുക, എന്താണ് സംഭവിച്ചതെന്ന് പറയുക, എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്ന് പറയുക, എന്തുകൊണ്ടാണ് വെയിൽഡ്യൂസ് നടക്കാത്തതെന്ന് അവരോട് ഓപ്പൺ അപ്പ് ചെയ്യാന്നാലല്ലേ അവർക്കും മനസ്സിലാവത്തുള്ളൂ എന്ന്. പിന്നെ സുധി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ കുംഭഭരണിയായിരുന്നു. ഇപ്രാവശ്യം കുംഭഭരണി ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അതായത് ചേച്ചിയുടെ ഹസ്ബൻഡ്, മോള് എല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങൾ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഒത്തിരി വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കുംഭഭരണി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നോൺ വെജ് കാര്യങ്ങളൊക്കെ സുധിയാണ് പ്രിപ്പയർ ചെയ്തത്, വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ അമ്മയാണ് പ്രിപ്പയർ ചെയ്തത്, പ്രഥമൻ മാത്രം ഞാൻ പ്രിപ്പയർ ചെയ്തു. അപ്പം ഞങ്ങള് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് വെളിയിൽ പോകാം എന്നൊരു പ്ലാനിലാണ്. അതായത് നമ്മൾ കെട്ടുകാഴ്ച കാണാൻ പോകണമല്ലോ. ഇതിന്റെ കൂടെ തന്നെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്, റിനോവേഷൻ വർക്ക്സ് നടക്കുന്നുണ്ട്. അതും വേറെ ഒരു റീസൺ ആണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തതിന്റെ. അപ്പോൾ ഒരുങ്ങി സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് ഞങ്ങള് കെട്ടുകാഴ്ച കാണാൻ പോയെങ്കിലും കെട്ടുകാഴ്ച ഒരെണ്ണം പോലും ഞങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് ജാനൊരു സ്വഭാവം തിരിഞ്ഞ് ജാനു ഭയങ്കര കരച്ചിലും നിർബന്ധമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. പിന്നെ രാത്രി മോൻ അച്ഛൻ്റെ കൂടെ ആയിട്ട് കെട്ടുകാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ മോള് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ രാത്രി പോയി കെട്ടുകാഴ്ച കാണിച്ചു കൊടുത്തു. പിറ്റേ ദിവസം നമ്മൾ മോന്റെ ഹെയർ ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ മേക്ക് ഓവർ സാലോൺ എന്ന് പറഞ്ഞിട്ട് കായംകുളത്തുള്ളടത്താണ് പോയത്. ഞാനും അവിടെയാണ് ഹെയർ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാറ്. അപ്പൊ അവിടെ പോയി സ്റ്റൈലിസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു, പറഞ്ഞു കൊടുത്ത രീതി നല്ല വൃത്തിയായിട്ട് അവർ കട്ട് ചെയ്തു. മോൻ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു. അപ്പൊ ബർത്ത്ഡേയും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി നമ്മൾ പോയിട്ട് ഡ്രസ്സ് എടുത്തു. മക്കൾക്ക് എടുത്തത് ഇപ്പം പുത്തനായിട്ട് ഫസ്റ്റ് ക്രൈഡ് ഔട്ട്ലെറ്റ് കായംകുളത്ത് വന്നിട്ടുണ്ട്, അവിടെ നിന്നാണ് എടുത്തത് ഒരേപോലത്തെ ഡ്രസ്സ്. ബാക്കിയുള്ളവർക്ക് സ്വപ്നായിന്നാണ് എടുത്തത്. പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ഹൗസിൽ വന്നു. കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒരു ജ്യൂസും കാര്യങ്ങളും ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ സുധി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യനെ വിളിക്കുകയാണ്. അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബർത്ത്ഡേക്ക് കേട്ടോ. ഇതൊക്കെ റാൻഡംലി ഞാൻ എടുത്ത വീഡിയോസ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഉത്സവത്തിന് ഗാനമേള കാണാൻ പോയപ്പോഴൊക്കെ പിള്ളേരുടെ കളിയും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവരുടെ വലിയച്ഛൻ്റെ തോളിൽ കയറിയിരിക്കുന്ന വീഡിയോ. അങ്ങനെ ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു ഇപ്രാവശ്യത്തെ കുംഭഭരണി. പിന്നെന്താ, പിന്നെ എൻ്റെ വെയിറ്റ് ലൂസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്സ് ആൻഡ് ഡൗൺസ് പോലെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വെയിറ്റ് ലൂസിനെ കുറിച്ചിട്ടും വെയിറ്റിന്റെ അപ്ഡേറ്റും എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്ത് ആയിപ്പോവും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു.